ജനങ്ങൾക്കാകെ ഞങ്ങൾ നൽകുന്ന ഗ്യാരണ്ടി. മറ്റൊരു ഭാഗം ഇപ്പോ FCRA തുകക്കൊണ്ടാണ് എന്തായിരുന്നു ഉദ്ദേശം. നല്ല ആദ്യത്തെ സുഹൃത്തുക്കളായി കാണുന്ന മറ്റൊരു വിഭാഗം ആ വിഭാഗത്തെ കൈയോടെ പിടിക്കുക, സ്ഥാപനങ്ങൾ കൈയടക്കുക. നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയുടെ രാഷ്ട്രീയത്തെ അത് ഉണർന്ന് തൊഴിലുവേണ്ടി എടുക്കുന്നു. അതാണോ ഇത് നടക്കുന്നത്? ഒരു സ്ഥാപനം കണക്ക് കൊടുക്കാൻ കഴിഞ്ഞുപോയാൽ ഉടനെ സ്ഥാപനം കൈയടക്കുക. ഇതാണോ ശരി? നമ്മുടെ നാട്ടിൽ അഞ്ചരളവുണ്ട്, നിരാലപ്പുറത്ത് വലിയ തോതിൽ സകലമാകുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരെ ഗവൺമെന്റ് കാണിച്ചു കൊടുക്കുന്നില്ല. അതിനാവശ്യമായ ഫണ്ട് അവർ കണ്ടെത്തുന്നത് അവരുടെ ആളുകൾ തന്നെ ജോലിയെടുത്ത് നൽകുന്ന സംഭാവനയിലൂടെയാണ്. നല്ല ചാരിറ്റി കൊണ്ട് നടക്കുമ്പോൾ ആ നല്ല കാര്യത്തിൽ സംഭാവന ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. അതിനെ മറ്റൊരു കണ്ണിൽ കാണുകയാണ്, അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടിലെ രാജ്യത്തെ ക്രൈസ്തവ സമൂഹ മേധാവികൾ ഒന്നടങ്കം ചോദ്യം ചെയ്തിട്ടേ സ്വീകരിക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോഴും ആ നടപടിയിൽ തന്നെയാണ് എന്നുള്ളത് വിവരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ പാടില്ല. ഇതിന്റെ തുടക്കത്തില് ഒരു പങ്ക് കോൺഗ്രസിന് കാണാൻ കഴിയും. കോൺഗ്രസാണ് ഈ പറയുന്ന നാട്ടിലെ അങ്ങനെ ഒരു കാര്യം ചെയ്തു. മറ്റെല്ലാവരെയും അവരുടെ പരിചയപ്പെടുത്തി, ആരോഗ്യത്തിന്റെ പരിചയപ്പെടുത്തിയില്ല. ആ ഉപകാരം കോൺഗ്രസ് ചെയ്തു. ഇപ്പോ BJPയുടെ കാലം കോൺഗ്രസ് സ്വന്തമായിട്ട് നിയമം വെച്ചുകൊണ്ട് തീവ്രമായി ഈ വിഭാഗത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്നാണ് മുന്നോട്ട് പോയത്. എല്ലാ ഘട്ടത്തിലും ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിച്ചത്, ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആ വഴി തന്നെയാണ് സ്വീകരിച്ചത്. ഒരാശങ്കയും സംശയവും ഞങ്ങൾക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണ ഞങ്ങൾ കേരളത്തിൽ ജയിച്ചു വരും. അതിന്റെ ഭാഗമായാണ് പേരാവൂർ മണ്ഡലത്തിലെ ജലജത്തിക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പേരാവൂരിന്റെ പ്രതിനിധിയായി ജലജത്തിക്ക് വരിക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജലജത്തിനെ വലിയ തോതിൽ വിജയിപ്പിക്കുക നിങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ ആർക്കും ഏത് പ്രദേശത്തുള്ള കുടുംബങ്ങൾക്കും ശരീരത്തിന്റെ തന്നെയല്ല ഒരു കുടുംബാംഗം പോലെ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചതായി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിപ്രായം ഏറ്റവും പ്രധാനമായും എല്ലാ മാനങ്ങളും നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കൊണ്ടുവരികയുണ്ടായി. അവിടുത്തെ പൊതുസമൂഹത്തിനോട് സംവദിക്കുകയുണ്ടായി. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ നിയമം പിൻവലിക്കുക എന്നതിന് ആവശ്യങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് ആദ്യം ഈ നിയമം കൊണ്ടുവന്നത് അതിന് ആവശ്യത്തെ ഉൾപ്പെടുത്തിയില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വലിയ തരത്തിൽ
ഇടതുപക്ഷം കേരളത്തിൽ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയായിരുന്നു ഈ ഒരു സംസ്ഥാനങ്ങളിലുടനീളം അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം. പ്രധാനമായും കേരളം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ടായി. ആ പ്രശ്നങ്ങളിലെല്ലാം കേരളം എങ്ങനെയാണ് സർവം ചെയ്തത്, ഏതൊക്കെ തരത്തിലാണ് കേന്ദ്രം കേരളത്തെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചത്, ആ കേരളം എങ്ങനെയാണ് നേരിട്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി അദ്ദേഹം പറയുകയുണ്ടായി. ഇടത് സർക്കാർ കേരളത്തിൽ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയായി വ്യക്തമാവുകയാണ് അവരുടെ വാക്കുകളിലൂടെ. കേരള സമൂഹത്തിന് വളരെ വലിയ ജനാവലിയാണ് അവിടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ആദരിക്കുകയാണ് അവിടെയുള്ളവർ. അദ്ദേഹത്തെ ആഘോഷമാക്കിയത് ഓരോരുത്തരെയും കണ്ടും അവരോട് കുറ്റങ്ങൾ പറഞ്ഞും അവരോട് അഭിവാദിക്കും അദ്ദേഹം ആ ഒരു വെളിയിലൂടെ പുറത്തേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ്. അവിടെ എത്രത്തോളം ജനസമ്മതി ഇടതുപക്ഷത്തിനുണ്ട്, പിണറായി സൈനികർക്കുണ്ട് എന്ന കാര്യം നമ്മളോട് സംശയിച്ചത്. ഇവിടുത്തെ വേലാമുഖ്യെ മാത്രം അഴിച്ചില്ല. നമ്മൾ ഇന്നലെ കൊറിയയിൽ കണ്ടതാണ്, കോഴിക്കോട് നമ്മൾ കണ്ടതായിരുന്നു. കേരളത്തിൽ അദ്ദേഹം ഓരോ ജില്ലകളിലും നമ്മൾ കണ്ടത് സമാനമായ കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വസ്തുക്കൾ ഓരോ രീതിയിലേക്ക് എടുക്കുന്നതല്ല. രാഷ്ട്രീയോത്സവം വന്ന ആൾക്കൂട്ടമല്ല, ആവശ്യം വന്നവരാണ്. കേരളത്തിലെ വികസനം മുതലുള്ളവർ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയുമാണ് ആ വികസനത്തിൽ പറയുക. കാഴ്ചകളാണ്, ആ വാക്കുകളാണ് നമുക്ക് കേട്ടത്. നമുക്ക് വിവരങ്ങൾ ഇനിയില്ല യാത്രകളിൽ അഭയമില്ലാതിരുന്ന കാലം, ഇനിയില്ല വരുന്ന വഴിമാറി നടന്ന കാലം, ഇനിയില്ല ഈ